ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് PS ചോദിക്കാൻ സാധ്യതയുള്ളത് കൂടുതലും തിയറീസ് ആണ്. അതായത് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറികളുണ്ട്. ഈ തിയറിയിലെ പല തിയറികളും PSCയുടെ പല എക്സാംസിനും പ്രത്യേകിച്ച് എടുത്തു പഠിക്കാൻ പറയാറുണ്ട്. ഗാർട്ട്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിക്കാറുള്ള അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്താറുള്ള ഒരു ടോപ്പിക്ക്. നമ്മൾ പറയുമ്പം ഇന്റലിജൻസ് എന്താണെന്നും അതുപോലെ തിയറീസ് ഓഫ് ഇന്റലിജൻസും അതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്നും അതുപോലെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട IQ എന്ന് പറയുന്ന ടേം, EQ എന്ന് പറയുന്ന ടേം, ഇതിനെ പറ്റിയിട്ട് മുഴുവനായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് സൈക്കോളജി മോക്ക് ടെസ്റ്റിൽ ഇന്റലിജൻസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു പോർഷൻ തന്നെ കിടപ്പുണ്ട്. ഒരു മോക്ക് ടെസ്റ്റ് ഫുൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇന്റലിജൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഇന്റലിജൻസ്, അല്ലെ? അതായത് നമ്മൾ ഇന്റലിജന്റ് ആണോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഇല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ശരിക്കും ഇന്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ബുദ്ധി എന്നുള്ളതാണ്. ബുദ്ധി മാത്രമാണോ, അതായത് ഒരു കാര്യം പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. ശരിക്കും ഇന്റലിജൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് വെഷ്ലറിന്റെ ആണ്. ഡേവിഡ് വെഷ്ലർ 1944 പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ ആയിട്ട് എടുക്കുന്നത്. ഇന്റലിജൻസ് ഈസ് ദി ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, തിങ്ക് റാഷണലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ എൻവയോൺമെന്റ്. എന്താണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഒരു ഗ്ലോബൽ കപ്പാസിറ്റി ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്ലോബൽ കപ്പാസിറ്റി ആണ് ഇന്റലിജൻസ്. എന്തിനുള്ള ഗ്ലോബൽ കപ്പാസിറ്റി? ടു ആക്ട് പർപ്പസ്ഫുള്ളി, അല്ലെ? കൃത്യമായിട്ട് ആക്ട് ചെയ്യുക, പർപ്പസ്ഫുള്ളി ഒരു കാരണത്തോടു കൂടിയിട്ട് ആക്ട് ചെയ്യുന്നു, റാഷണലി ചിന്തിക്കുന്നു, എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റുമായിട്ട്. ഇതിനുള്ള കഴിവാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെ പോയാലും ആ സാഹചര്യത്തിനനുസരിച്ച് പർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യുന്നു, റാഷണാലിറ്റി ഉപയോഗിച്ച് തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ റാഷണലി തിങ്ക് ചെയ്യുന്നു. ഇറാഷണൽ അല്ല തിങ്കിങ്, റാഷണൽ തിങ്കിങ് ആണ്. അതുപോലെ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യുന്നെങ്കിൽ എന്താണെന്ന് പറയാം? ഇന്റലിജന്റ് ആണെന്ന് പറയാം. ഒരു മരണ വീട്ടിൽ നമ്മൾ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല ഒരു പാർട്ടിക്ക് പോകുമ്പോൾ പെരുമാറുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ IQ ടെസ്റ്റിൽ ഇന്റലിജന്റ് കോഷ്യന്റ് ചെക്ക് ചെയ്യുമ്പോൾ IQ കുറവുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം നോക്കാതെ പെരുമാറുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? നമ്മൾ പറയും ഡിസേബിൾഡ് ആണെന്ന് പറയും. കാരണം എന്താ? അവരുടെ IQ വളരെ കുറവാണ്. അവർക്ക് സാഹചര്യങ്ങളെ അറിയില്ല, പെരുമാറാനുള്ള കഴിവ് കാണത്തില്ല. അതായത് കൃത്യമായിട്ട് എൻവയോൺമെന്റിനോട് ഡീല് ചെയ്യാനോ റാഷണലി തിങ്ക് ചെയ്യാനോ പർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യാനോ ഉള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും. സോ അവർക്ക് ഇന്റലിജൻസ് കുറവാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു ലേൺ, അണ്ടർസ്റ്റാൻഡ്, റീസൺ ആൻഡ് അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. ഒരു കാര്യം പഠിക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിന്റെ റീസൺ മനസ്സിലാക്കാനും പുതിയ സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്തു പോകാനുമുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ആണല്ലോ? അപ്പൊ പല തിയറീസ് ഉണ്ട് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ജനറൽ ഇന്റലിജൻസും മൾട്ടിപ്പിൾ ഇന്റലിജൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പ്രധാനപ്പെട്ട തിയറീസ് നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻ തിയറീസ് ആണ്. ഒന്ന് ജനറൽ ഇന്റലിജൻസ് തിയറി, പ്രൈമറി മെന്റൽ എബിലിറ്റീസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ട്രയാർക്കിക് അപ്രോച്ച് ടു ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. അത് ഓരോന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് തിയറിയാണ്. മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 ഫാക്ടർ തിയറി എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. എന്ത് വിളിക്കും? ഇതൂടെ നോട്ട് ചെയ്ത് പഠിക്കണേ. 2 ഫാക്ടർ തിയറി. ഇത് കണ്ടുപിടിച്ചത് സ്പിയർമാൻ ആണ്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി, മറ്റൊരു പേരാണ് ജനറൽ ഇന്റലിജൻസ് തിയറി. 1863 മുതൽ 1945 വരെ ജീവിച്ചിരുന്ന ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ചാൾസ് സ്പിയർമാൻ. ഇദ്ദേഹം പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ഒരു ജനറൽ ഇന്റലിജൻസ് ഉണ്ട്. അദ്ദേഹം അതിനെ G ഫാക്ടർ എന്ന് വിളിച്ചു. ജനറൽ ഇന്റലിജൻസ് G ഫാക്ടർ. അപ്പം ഇദ്ദേഹം ഒരു ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെന്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയൊക്കെയാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്. നമ്മൾ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ജനറൽ ഇന്റലിജൻസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് G ഫാക്ടർ. എന്താണ് G ഫാക്ടർ? പീപ്പിൾ ഹു പെർഫോം വെൽ ഓൺ വൺ കോഗ്നിറ്റീവ് ടെസ്റ്റ് ടെൻഡ് ടു പെർഫോം
well on other tests, while those who scored poorly on one test tended to score poorly on others. He concluded that intelligence is a general cognitive ability that researchers can measure and express numerically. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ ഉണ്ട്. അതായത് സ്പിയർമാൻ പറഞ്ഞ എന്താ, എല്ലാവർക്കും എന്തുണ്ട്, ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, ജി ഫാക്ടർ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പല കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹം അതിനെ സ്പെസിഫിക് ഇന്റലിജൻസ് എന്ന് വിളിച്ചു, എസ് ഫാക്ടർ എന്ന് വിളിച്ചു. അതായത് എല്ലാവർക്കും എന്തുണ്ട്, ജി ഫാക്ടർ കോമൺ ആയിട്ടുണ്ട്. എന്നാൽ ചില മനുഷ്യർക്ക് കുറച്ച് സ്പെസിഫിക് ഇന്റലിജൻസും കൂടെ ഉണ്ട്. ഈ സ്പെസിഫിക് ഇന്റലിജൻസ് എല്ലാവരിലും കാണണമെന്നില്ല. ചിലർക്ക് പാട്ടുപാടാനുള്ള കഴിവ്, ചിലർക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കഴിവ്, ചിലർക്ക് സ്പേഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ ഓരോരുത്തർക്കും സ്പെസിഫിക് ഇന്റലിജൻസ് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ജനറൽ ഇന്റലിജൻസ് എല്ലാവർക്കും എന്തായിരിക്കും, കോമൺ ആയിരിക്കും. അതാണ് ഈ 2 ഫാക്ടർ. ഒന്ന് സ്പെസിഫിക് ഇന്റലിജൻസ്, ഒന്ന് ജനറൽ ഇന്റലിജൻസ്. സ്പെസിഫിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ജനറൽ ഇന്റലിജൻസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞത് സ്പിയർമാൻ ആണ്. അപ്പൊ ഇദ്ദേഹം ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. നോട്ട് ചെയ്ത് പഠിക്കുക. 2 ഫാക്ടർ തിയറി ആരുടെയാണ്, സ്പിയർമാന്റെ ആണ്. ഇനി നെക്സ്റ്റ് ആണ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറയും. ഇത് തേഴ്സ്റ്റന്റെ ആണ്. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് എൽ തേഴ്സ്റ്റൺ, അദ്ദേഹം 1887 മുതൽ 1955 വരെ ജീവിച്ചിരുന്ന സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് തേഴ്സ്റ്റന്റെ ആണ് ഈ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത്. PMA എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. PMA എന്താണ്, പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇയാള് ഒരു 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ പറഞ്ഞു. അതായത് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ജനറൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ജനറൽ എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് ഇല്ല. അവിടെ എന്താണ്, rather than a single general ability 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആണ് എല്ലാവർക്കും ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ്, 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആണ് എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞ ആളായിരുന്നു തേഴ്സ്റ്റൺ. ഏതൊക്കെയാണ് ഈ 7? ഒന്ന് അസോസിയേറ്റീവ് മെമ്മറി. എന്താണ്, അസോസിയേറ്റീവ് മെമ്മറി. ഇത് എബിലിറ്റി ടു മെമ്മറൈസ് ആൻഡ് റീകോൾ. ഒരു കാര്യത്തിനെ ഓർത്തു വെക്കാനും അതിനെ റീകോൾ ചെയ്തെടുക്കാനുള്ള കഴിവിനെയാണ് അസോസിയേറ്റീവ് മെമ്മറി എന്ന് വിളിക്കുന്നത്. പരീക്ഷകളിൽ പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കാനും അതിനെ റീകോൾ ചെയ്തെടുക്കാനും അത് പകർത്തി എഴുതാനുമുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എബിലിറ്റിയാണ് അദ്ദേഹം ഒന്നാമത്തെ പ്രൈമറി മെന്റൽ എബിലിറ്റി ആയിട്ട് വിളിച്ചത്. 2 ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ഒരാളുടെ എബിലിറ്റി. 2 പെർസെപ്ച്വൽ സ്പീഡ് ആണ്. അതായത് എബിലിറ്റി ടു സീ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റി അമംഗ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് കാണുന്ന സമയത്ത് അതിനകത്തെ വ്യത്യാസങ്ങളും അതിന്റെ സാമ്യതകളും ഒക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഒരാളുടെ കഴിവിനെയാണ് പെർസെപ്ച്വൽ സ്പീഡ് എന്ന് വിളിച്ചത്. ദ എബിലിറ്റി ടു സീ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റി അമംഗ് ഒബ്ജക്ട്സ്. ലാസ്റ്റ് അല്ല, 1, 2, 3, 4. നാലാമത്തതാണ് റീസണിങ്. നമുക്ക് ഓൾറെഡി അറിയാം, റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പല എക്സാംസിനും ഉണ്ട്. എന്താണ്, എബിലിറ്റി ടു ഫൈൻഡ് റൂൾസ് ആണ്. നിയമങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവിനെയാണ് റീസണിങ് എന്ന് വിളിച്ചത്. ദെൻ സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ആണ്. ഒരു സ്പേഷ്യൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിഷ്വലൈസ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഒരു സ്പേസ് കാണുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാൻ ഒക്കെ വരയ്ക്കാനുള്ള ഒരു കഴിവില്ലേ, അതൊക്കെ സ്പേഷ്യൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് വരും. ദെൻ വെർബൽ കോംപ്രിഹെൻഷൻ ആണ്. കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനും വേർഡ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള ഒരാളുടെ കഴിവാണ്. ഒരാൾക്ക് കൃത്യമായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ വാക്കുകളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ വെർബൽ കോംപ്രിഹെൻഷൻ എബിലിറ്റി ഉണ്ടെന്ന് പറയാം. ദെൻ വേർഡ് ഫ്ലുവൻസി ആണ്. കൃത്യമായിട്ട് റാപ്പിഡ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരാളുടെ എബിലിറ്റി. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എല്ലാവർക്കും ഇല്ലേ, ചില ആൾക്കാരിൽ ഇതൊക്കെ കുറവായിരിക്കും അല്ലെ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺസ് എന്ന് വിളിക്കുന്നത്. അപ്പം 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഏതൊക്കെയാണ് തേഴ്സ്റ്റന്റെ? അസോസിയേറ്റീവ് മെമ്മറി, ന്യൂമറിക്കൽ എബിലിറ്റി, പെർസെപ്ച്വൽ സ്പീഡ്, റീസണിങ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, വെർബൽ കോംപ്രിഹെൻഷൻ ആൻഡ് വേർഡ് ഫ്ലുവൻസി. അപ്പൊ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, തേഴ്സ്റ്റൺ പറഞ്ഞു 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ട്. ചാൾസ് സ്പിയർമാൻ പറഞ്ഞ എന്തായിരുന്നു, 2 ഫാക്ടർ തിയറി. ജനറൽ ഇന്റലിജൻസും ഉണ്ട്, കൂട്ടത്തിൽ കുറച്ച് സ്പെസിഫിക് ഇന്റലിജൻസും മനുഷ്യർക്കുണ്ട്. ജനറൽ ഇന്റലിജൻസ് എല്ലാവർക്കും ഉണ്ട്, സ്പെസിഫിക് ഇന്റലിജൻസ് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗാർട്ട്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് സ്ഥിരമായിട്ട് PSC സിലബസിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ WCPO പോലെയുള്ളതും അല്ലെങ്കിൽ വുമൺ പ്രിസണർ ഓഫീസർക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് കൃത്യമായി ഈ ഒരു ടോപ്പിക് എടുത്തു പറയുന്നുണ്ട് പഠിക്കണമെന്ന്. സോ ഇത് കൃത്യമായിട്ട് കാണാതെ പഠിക്കണം. അതായത് ഇത്രേ ഉള്ളൂ. ഹൊവാർഡ് ഗാർട്ട്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പറയുന്നത്, കുറച്ച് മുമ്പ് തൊട്ട് നമ്മൾ പറഞ്ഞു സിംഗിൾ ഫാക്ടർ തിയറി ഉണ്ടായിരുന്നു, 2 ഫാക്ടർ, സിംഗിൾ ഫാക്ടർ തിയറി ഉണ്ട് കേട്ടോ, ആദ്യം ഉണ്ടായതാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. 2 ഫാക്ടർ തൊട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 2 ഫാക്ടർ തിയറി,
പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈമറി മെന്റൽ എബിലിറ്റീസ് 7 അത് കഴിഞ്ഞിട്ട് വന്നതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഹൊവാർഡ് ഗാർഡ്നർ ഇതിനെ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ഹി പ്രപ്പോസ് ദാറ്റ് ട്രഡീഷണൽ IQ ടെസ്റ്റിംഗ് ഡസ് നോട്ട് ഫുള്ളി ആൻഡ് ആക്യുറേറ്റ്ലി ഡെപിക്റ്റ് എ പേഴ്സൺസ് എബിലിറ്റി. പണ്ട് ട്രഡീഷണൽ IQ മീൻസ് ആൽഫ്രഡ് പിനറ്റ് ആണ് ആദ്യമായിട്ട് IQ ടെസ്റ്റ് നടത്തിയത്, നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള IQ ടെസ്റ്റിംഗ് ഒരിക്കലും നമുക്ക് ഒരാളുടെ എബിലിറ്റീസിനെ അതായത് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അദ്ദേഹം 8 ഡിഫറെന്റ്, തുടക്കത്തിൽ 7 ഉള്ളായിരുന്നു, പിന്നീട് 8 ആക്കിയതാണ്. 8 ഡിഫറെന്റ് ഇന്റലിജൻസ് ഒരാളുടെ സ്കില്ലും അയാളുടെ എബിലിറ്റീസും ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചു. അത് ഏതൊക്കെയാണ്? ഒന്ന്, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ഈ എല്ലാവർക്കും, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇത് കിട്ടില്ല. ചില ആൾക്കാർക്ക് ഈ ഒരു ഇന്റലിജൻസ് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ ആ മേഖലയിൽ ശോഭിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദ എബിലിറ്റി ടു കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ഹാൻഡിൽ ഒബ്ജക്ട് സ്കിൽഫുള്ളി. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഡാൻസേഴ്സിനുള്ളത്. അവരുടെ ബോഡി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാനും ഒബ്ജക്ട്സിനെ സ്കിൽഫുള്ളി ഹാൻഡിൽ ചെയ്യാനുമുള്ള കഴിവുള്ളവരാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഹയർ ആയിട്ട് നിൽക്കുന്നവർ. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഡാൻസേഴ്സ്, മോഡൽസ്, അതുപോലെ തന്നെ ജിം മീൻസ് ബോഡി ബിൽഡേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ഈ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ളവരാണ്. രണ്ടാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. എന്താണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്? ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിവുള്ളവർ, അതും ഒരു ഇന്റലിജൻസ് ആണ്. ദ കപ്പാസിറ്റി ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ദ മൂഡ്സ്, മോട്ടിവേഷൻ ആൻഡ് ഡിസയേഴ്സ് ഓഫ് അതേഴ്സ്. ചുറ്റും നിൽക്കുന്നവരുടെ മൂഡിനനുസരിച്ചും അവരുടെ മോട്ടിവേഷൻസിനും അവരുടെ ഡിസയേഴ്സിനനുസരിച്ച് പെരുമാറാൻ കഴിവുള്ളവരാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അതായത് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിവുള്ളവർക്ക്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരു കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുമുള്ള ഒരു ഇന്റലിജൻസ് ആണ്. ദെൻ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. അതെന്തായിരിക്കും? നമുക്ക് ഏറ്റവും എല്ലാവർക്കും വേണ്ട ഒരു കഴിവാണ് ഇൻട്രാ പേഴ്സണൽ. ദ കപ്പാസിറ്റി ടു ബി സെൽഫ് അവെയർ ആൻഡ് ഇൻ ട്യൂൺ വിത്ത് ഇന്നർ ഫീലിംഗ്, വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് തിങ്കിങ് പ്രോസസ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് അവെയർനെസ് എത്രത്തോളം ഉണ്ട്, നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ എത്രത്തോളം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ഫീലിംഗ്സുമായിട്ട് നമ്മൾ എത്രത്തോളം ഫ്രീക്വൻസി കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാല്യൂസും നമ്മുടെ ബിലീഫ്സും നമ്മുടെ തിങ്കിങ് പ്രോസസ്സും നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഏറ്റവും അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ട ഇന്റലിജൻസ് ഏതാ? ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ദെൻ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. പേരിനകത്ത് തന്നെയുണ്ട്. ദ എബിലിറ്റി ടു തിങ്ക് കൺസെപ്ച്വലി ആൻഡ് അബ്സ്ട്രാക്ട്ലി ആസ് വെൽ ആസ് ഡിസേൺ ലോജിക്കൽ ഓർ ന്യൂമറിക്കൽ പാറ്റേൺ. നമുക്ക് കൃത്യമായിട്ട് കണക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഒരു കാര്യം കിട്ടുമ്പോൾ തന്നെ ന്യൂമറിക്കൽ പാറ്റേണും അതിന്റെ ലോജിക് ഒക്കെ വെച്ചിട്ട് എല്ലാം ചിന്തിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ലോജിക്കൽ മാത്തമാറ്റിക്സ്. കണക്ക് ചെയ്യുന്ന മാത്രമല്ല ലോജിക്കലി ചിന്തിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ നമുക്കത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയാം. ദെൻ മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. കൃത്യമായിട്ട് റിതവും പിച്ചും ടിമ്പറും ഒക്കെ വെച്ചിട്ട് പാട്ട് പാടാനും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പുതിയൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാനും അല്ലെങ്കിൽ വയലിൻ അല്ലെങ്കിൽ തബല അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. ദെൻ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. അതായത് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് കാറ്റഗറൈസ് ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് അതർ ഒബ്ജക്ട്സ് ഇൻ നേച്ചർ. അത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. എന്താണ് ഈ അതായത് ഓരോ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ, ആനിമൽസും പ്ലാന്റ്സും മാത്രമല്ല നേച്ചറിലുള്ള മറ്റെല്ലാത്തിനെയും റെക്കഗ്നൈസ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ്. ദെൻ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വേർഡ്സ് യൂസ് ചെയ്യാനുള്ള കഴിവ്, വേർഡ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്, പ്രസംഗിക്കാനൊക്കെ കഴിവുള്ളവരില്ലേ അവരെയാണ് കൂടുതൽ. അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ ഇല്ലേ, സാഹിത്യമൊക്കെ എഴുതുന്നവര്, അത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ളവരാണ്. ദെൻ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. ഈ പറഞ്ഞതുകൂട്ട് തന്നെ ഒരു ഇമേജ് കാണുന്ന സമയത്ത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാനും അത് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ടും അബ്സ്ട്രാക്റ്റ് ആയിട്ടും അതിനെപ്പറ്റി തിങ്ക് ചെയ്ത് പ്ലാൻ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് മനസ്സിലാക്കി കൊണ്ടുവരിക, ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ അവിടേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസിനകത്ത് വരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇന്റലിജൻസ് എന്ന് സ്ഥിരം ചോദിക്കും. ഇന്നതൊരു ഈ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് കൂടാതെ ചിലയിടത്തിനകത്ത് ഇതിനെ എസ്തെറ്റിക് എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. എസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കും ചിലയിടത്ത് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്, കാരണം ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരും. ഇനി അടുത്തതാണ് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ട്രൈ മീൻസ് 3 എന്നാണ് അല്ലെ. ട്രയാർക്കിക് അപ്രോച്ച് ഓഫ് റോബർട്ട് സ്റ്റേൺബർഗ്. അപ്പം സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് സ്റ്റേൺബർഗ്
defined intelligence as mental activity directed toward purposive adaptation to selection and shaping of real world environment relevant to one life എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഓർത്തു വെക്കാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തെ 2 ഫാക്ടർ, ദെൻ 7 പ്രൈമറി മെന്റൽ എബിലിറ്റി, ദെൻ ഗാർട്ട്നറിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഈ ട്രയാർക്കിക് അപ്രോച്ചുമായിട്ട് വന്ന വ്യക്തിയും സ്റ്റേൺബർഗും agreed with Gartner that intelligence is much broader than a single general ability. അതായത് ഗാർട്ട്നർ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആവാം, സിംഗിൾ അല്ല, ജനറൽ എബിലിറ്റി അല്ല. ഹി സജസ്റ്റഡ് ദാറ്റ് സം ഗാർട്ട്നേഴ്സ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആർ ബെറ്റർ വ്യൂഡ് ആസ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഈ ഗാർട്ട്നർ പറഞ്ഞ ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെ കുറച്ചുകൂടെ മാറ്റി പറഞ്ഞാൽ ഓരോരുത്തരെ നമ്മൾ എന്ത് പറയാം, ഇൻഡിവിജ്വൽ ടാലൻസ് അല്ലേ. പാട്ട് പാടാൻ കഴിവ്, മൃദംഗം കൊട്ടാൻ കഴിവ്, പ്രസംഗിക്കാൻ കഴിവ്, അതൊക്കെ ഇൻഡിവിജ്വൽ ടാലൻസ് ആണ്. അപ്പൊ സ്റ്റേൺബർഗ് പ്രപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് സക്സസ്ഫുൾ ഇന്റലിജൻസ് വിച്ച് ഇൻവോൾവ് 3 ഫാക്ടേഴ്സ്. ഇദ്ദേഹം പറഞ്ഞ എന്താ, 3 ഫാക്ടേഴ്സ് ആണ് സക്സസ്ഫുൾ ഇന്റലിജൻസിനകത്തെ കൺസെപ്റ്റിനെ നമുക്ക് 3 ഫാക്ടേഴ്സിലൂടെ പറയാം. ഒന്ന് നോക്കിയേ, അനലറ്റിക്കൽ ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. പഠിച്ചു വെക്കണേ. ട്രയാർക്കിക്കിനകത്ത് 3 കാര്യങ്ങൾ എന്തൊക്കെയാ? അനലറ്റിക്കൽ ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. എന്താണ് അനലറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ, ഒരു വ്യക്തിയുടെ കഴിവ് എന്തിന്? ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ഒരു ഇൻഫർമേഷനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള, അനലൈസ് ചെയ്യാൻ നമ്മൾ പറയുന്നത്, അതിനെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് അനലറ്റിക്കൽ ഇന്റലിജൻസ്. ദെൻ ക്രിയേറ്റീവ് ഇന്റലിജൻസ്, പുതിയ ഐഡിയാസ്. ക്രിയേറ്റിവിറ്റി മീൻസ് എന്താണ്? ടു എബിലിറ്റി ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസിനെ കൊണ്ടുവരാനുള്ള കഴിവ്. ദെൻ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും ദ എബിലിറ്റി ടു അഡാപ്റ്റ് ടു എ ചേഞ്ചിങ് എൻവയോൺമെന്റ്. പ്രാക്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പുതിയൊരു ചേഞ്ചിങ് എൻവയോൺമെന്റ്. ഈ പറഞ്ഞ കൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അത് ഇന്റലിജൻസിന്റെ പാർട്ടാണ്. സോ അതിനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നമ്മൾ പറയില്ലേ, സോ അത് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ്. ഇത് 3 എണ്ണമാണ് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് ഇന്റലിജൻസ് തിയറിക്കകത്ത് പറയുന്നത്. അനലറ്റിക്കൽ ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. അതേസമയം തന്നെ ഇദ്ദേഹം ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഗാർട്ട്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, കാറ്റലിന്റെ ഒരു തിയറി ഉണ്ട്. കൃത്യമായിട്ട് തിയറി പഠിക്കണമെന്നില്ല, ടേംസ് പഠിച്ചാൽ മതി. മറ്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ പല ഇന്റലിജൻസ് തിയറീസും പിന്നെയും വന്നിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് റേമോൺ കാറ്റലിന്റെ ഫ്ലൂയിഡ് വേഴ്സസ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആണ്. ഈ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റുമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ഫ്ലൂയിഡ് വേഴ്സസ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു സോൾവ് ന്യൂ പ്രോബ്ലംസ് വിത്തൗട്ട് റിലൈങ് ഓൺ നോളജ് ഫ്രം ദി പ്രീവിയസ് എക്സ്പീരിയൻസ് എന്നാണ്. ഇത്ര ഓർത്തിരുന്നാൽ മതി. അതായത് 2 തരത്തിലുള്ള ഇന്റലിജൻസ് പറഞ്ഞു, ഫ്ലൂയിഡും ഉണ്ട്, ക്രിസ്റ്റലൈൻഡും ഉണ്ട്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രോബ്ലം നമുക്ക് വന്നു, ആ പ്രോബ്ലത്തിനെ നമുക്ക് അറിയാൻ വയ്യ, നമുക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എങ്കിൽ പോലും നമ്മൾ അതിനെ സോൾവ് ചെയ്യുവാണെങ്കിൽ അതാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല, ഞാൻ പ്രീവിയസ് നോളജ് ഉപയോഗിച്ചിട്ട് ഒന്നുമല്ല സോൾവ് ചെയ്തത്, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. അക്കോർഡിംഗ് ടു ദ തിയറി, എ പേഴ്സൺസ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഡിക്ലൈൻസ് ആസ് ദേ ഗെറ്റ് ഓൾഡർ. അതായത് ഒരു പേഴ്സൺ പ്രായമാകുന്നതിനനുസരിച്ച് ഈ ഒരു ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ കപ്പാസിറ്റി കുറയും. ഇനി ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രീസസ് വിത്ത് ഏജ് ആണ്. അതായത് നമ്മൾ പോകെ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ വരുന്നതിനനുസരിച്ച് എന്ത് പറ്റും? നമ്മൾ പുതിയ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകും. ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് പുതിയ പ്രോബ്ലംസ് ഓരോ വയസ്സ് കഴിയുന്നതോറും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്, സോ നമ്മൾ അവിടെ ആപ്ലിക്കബിൾ ആക്കും. സോ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മൾ ഒരു കാര്യത്തിനെ സോൾവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഈ ഒരു ഇന്റലിജൻസ് കോൺക്രീറ്റ് ഫാക്ട്സിന്റെയും എക്സ്പീരിയൻസസിന്റെയും ബേസിസിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടേ ഇല്ല, അപ്പം പോലും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഇനി അത് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് വന്നില്ലെന്ന് വരും. കുറെ കാലം കഴിയുമ്പോൾ ഇതങ്ങ് നഷ്ടപ്പെട്ടു പോകും. പുതിയൊരു പ്രശ്നം വരുമ്പോൾ നമുക്കത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പണിപ്പെടും. അതേസമയം ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ പ്രശ്നങ്ങൾ തന്നെ കുറെ നാളുകളായിട്ട് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പണ്ടൊന്നും ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. നമുക്ക് എന്താണ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കൊരു കോൺക്രീറ്റ് ഫാക്ട്സ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്, സോ നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നു. സോ അത് ഏജ് കൂടുന്തോറും അത് കൂടിക്കൊണ്ടിരിക്കും. 2 പോയിന്റ്സ് പഠിച്ചു വെക്കാം. ദെൻ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? EI വേണമെങ്കിൽ പറയാം.
എന്താ ഇമോഷണൽ അല്ലെങ്കിൽ ചില സമയത്ത് ഇമോഷണൽ കോഷ്യൻ IQ എന്താ? ഇന്റലിജൻസ് കോഷ്യൻ ആണ് IQ. അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കാര്യമാണ് EQ, ഇമോഷണൽ കോഷ്യൻ എന്ന് വിളിക്കും. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ അതായത് ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ എബിലിറ്റി ടു റെഗുലേറ്റ് ഇമോഷൻസ് ആൻഡ് യൂസ് ദെയർ ഇമോഷൻ ടു റിലേറ്റ് ടു അതേഴ്സ്. എന്താണ്? എനിക്ക് എന്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും എത്രത്തോളം കഴിവുണ്ടോ അതാണ് എന്റെ EQ. എന്താണ്? എന്റെ ഇമോഷൻസിനെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതേസമയം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയണം? മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. അപ്പൊ സയൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുണ്ടായിരിക്കണം? സ്ട്രോങ് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി പെരുമാറണമെങ്കിൽ എനിക്ക് അവരോട് എന്തുണ്ടായിരിക്കണം? എംപതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചേഞ്ചസിനെ എംബ്രാസ് ചെയ്യുന്ന ഒരു മനസ്സായിരിക്കണം. ഇമോഷൻസിനെ മാനേജ് ചെയ്യണം. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ പോലും ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പൊ എന്താണ് EQ? എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കണക്കിലെടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ EQ എന്ന് വിളിക്കുന്നത്. ഇനി ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന IQ-വിനെ പറ്റി പറയാം. IQ കൊണ്ടുവന്നത് ശരിക്കും ആദ്യമായിട്ട്, അതായത് ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പറഞ്ഞത് വില്യം സ്റ്റേൺ എന്ന് പറയുന്ന ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്. IQ എന്ന് പറയുന്ന ടേം ഏകദേശം 20th സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് ഇത് പറയുന്നത്. അപ്പം പിന്നീട് ഈ ഒരു IQ ടെസ്റ്റ് കൊണ്ടുവന്നത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നത്, അത് IQ ടെസ്റ്റ് നടത്തത്തില്ലേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അതാണ് ഈ പറയുന്നത്. അപ്പൊ ആൽഫ്രഡ് ബിനെറ്റ് ആണ് കൃത്യമായിട്ട് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ബിനെറ്റ് വാസ് ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഏജ്, MA എന്ന് വിളിക്കും. മെന്റൽ ഏജ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബിനെറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് എബിലിറ്റി ദാറ്റ് ചിൽഡ്രൻസ് ഓഫ് എ സർട്ടൺ ഏജ് പോസസ്. അതായത് എന്റെ മെന്റൽ ഏജ്, എന്റെ ഏജ് കറണ്ട് ഏജ് ഡിവൈഡഡ് ബൈ എന്റെ മെന്റൽ ഏജ് ഇൻറ്റു 100 എന്നാണ് അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അതായത് ഒരാളുടെ മാനസിക വളർച്ച എത്രത്തോളം ഉണ്ട്, നമ്മുടെ കറണ്ട് ഏജിനനുസരിച്ചിട്ടുള്ള മാനസിക വളർച്ച നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് അവിടെ IQ-നകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. ചിലർക്ക് IQ പറഞ്ഞിട്ടില്ലേ 80, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ IQ ഏകദേശം വേണ്ടത് ഒരു 90 to 100 എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരിക്കും. അല്ലെങ്കിൽ 85 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 80ക്ക് ഇതൊക്കെ താഴെ വരുവാണെങ്കിലാണ് മൈൽഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളും, 50 വരുവാണെങ്കിലാണ് വളരെ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ മാറുന്നത്. അപ്പൊ എക്സ്പേർട്ട് യൂസ് എ വെറൈറ്റി ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ടു മെഷർ ഇന്റലിജൻസ്. സം ആർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ എ ഗ്രൂപ്പ് സെറ്റിംഗ് സച്ച് ആസ് സ്കോളാസ്റ്റിക് അസസ്മെന്റ് ടെസ്റ്റ്, അമേരിക്കൻ കോളേജ് ടെസ്റ്റ്, അതർ IQ ടെസ്റ്റ് ഗിവൺ ടു ഇൻഡിവിജ്വൽസ്. ഗ്രൂപ്പ് ടെസ്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ടെസ്റ്റ് നടത്താറുണ്ട്, ഇൻഡിവിജ്വൽസിലും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ 100 ആണ് ആവറേജ് എന്ന് പറയുന്നത്. മിക്ക ആൾക്കാർക്കും, മിക്ക കുട്ടികളുടെയും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് 85% ഒക്കെ ആയിരിക്കും. ചിലർക്ക് 55 തൊട്ട് 70 വരെയൊക്കെ വാങ്ങിക്കാറുണ്ട്. സെവിയർ ഡിസബിലിറ്റി യൂഷ്വലി കറസ്പോണ്ട് ടു സ്റ്റിൽ ലോവർ സ്കോർസ്. ദ ഫോളോയിങ് ഈസ് എ ബ്രീഫ് ഹിസ്റ്ററി. താഴോട്ട് കൊടുക്കാം. 1, അപ്പൊ ഏകദേശം ഒരു 75 വരെ ഓക്കെയാണ് കേട്ടോ. 78 വന്നു കഴിഞ്ഞാൽ ചെറിയൊരു രീതിയിലേ ഉള്ളൂ. ഇനി ഇവിടെ പലതരം ഇന്റലിജന്റ് ടെസ്റ്റുകളുണ്ട്. ഒന്ന് ബിനെറ്റ് സൈമൺ ഇന്റലിജൻസ് സ്കെയിൽ. ഇത് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, ആൽഫ്രഡ് ബിനെറ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. ബിനെറ്റും സൈമണും ചേർന്നിട്ടുള്ള ഇന്റലിജൻസ് സ്കെയിൽ കൊണ്ടുവന്നത് 1905 ഇത് പ്രീവിയസ് ചോദ്യമാണ്. ദിസ് വാസ് ദ ഫസ്റ്റ് IQ ടെസ്റ്റ് എവർ മെയ്ഡ് ആൻഡ് വാസ് ഡെവലപ്ഡ് ഇൻ 1905 ബൈ ആൽഫ്രഡ് ബിനെറ്റ് ആൻഡ് തിയോഡർ സൈമൺ. ഓക്കെ, ദെൻ സ്റ്റാൻഫോർഡ് ബിനെറ്റ് IQ ടെസ്റ്റ് എന്ന് പറയും. അതായത് ഇതൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ലൂയി സ്റ്റിയർമാനും ബിനെറ്റ് സൈമൺ ടെസ്റ്റിനെ ഒന്നും കൂടെ പുതുക്കിയതാണ്. അപ്പം ആ ഒരു പുതുക്കിയതിനകത്താണ് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതായത് കൃത്യമായിട്ട് മെന്റൽ ഏജ് കണക്കാക്കുന്നത്. Scores are based on the personal mental age divided by their chronological age. നമ്മുടെ മെന്റൽ ഏജിനെ നമ്മുടെ കറണ്ട് ഏജുമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ സ്റ്റാൻഫോർഡ് ബിനെറ്റ് IQ ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ദെൻ വെഷ്ലറിന്റെ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയും, WAIS എന്ന് പറയും. ഇതൊരു ഫസ്റ്റ് ഇന്റലിജന്റ് ടെസ്റ്റ് ആണ്, അഡൽട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. 1939 നമ്മൾ ആദ്യം ഒരു ഡെഫിനിഷൻ പഠിച്ചില്ല ഇന്റലിജൻസിന്റെ, ആക്ട് പർപ്പസ്ഫുള്ളി, തിങ്ക് റാഷണലി, അത് ഡേവിഡ് വെഷ്ലറിന്റെ ആണ്. ഇദ്ദേഹം 1939 കൊണ്ടുവന്ന ഒരു ടെസ്റ്റ് ആണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടു യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്കോറിംഗ് ആൻഡ് ഇസ് കോമൺലി യൂസ്ഡ് ടുഡേ. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ വെർബൽ പെർഫോമൻസ് മെഷേഴ്സ് ഉണ്ട്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. വെർബൽ ആയിട്ടുള്ള ഇന്റലിജന്റ് ടെസ്റ്റ് ഏതാണ്? വെഷ്ലറിന്റെ അഡൽട്ട് ഇന്റലിജൻസ് വെർബൽ ആണ് കേട്ടോ, പെർഫോമൻസും ആണ്. അപ്പം ഇതും
ബെൽ കർവ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കത്തില്ല. മറ്റൊരുപാട് ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. കോഫ്മാൻ അസസ്മെന്റ് ബാറ്ററി ഫോർ ചിൽഡ്രൻ ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ്. കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം ഉണ്ട്, ഡിഫറൻഷ്യൽ എബിലിറ്റി സ്കെയിൽ ഉണ്ട്, വുഡ്കോക്കിന്റെ വുഡ്കോക്ക് ജോൺസൺ ടെസ്റ്റ് ഫോർ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ഇതൊക്കെ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ഇന്റലിജന്റ് ടെസ്റ്റുകളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇന്റലിജൻസ് എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും അതുമായിട്ട് ബന്ധപ്പെട്ട IQ ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.